ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ ആദ്യ പോം താജ്മഹലിനെ കുറിച്ചാണ്. സോ ഈ കവിത താജ്മഹൽ എഴുതിയിട്ടുള്ളത് രബീന്ദ്രനാഥ് ടാഗോറാണ്. Rabindranath Tagore was a Bengali writer who reshaped Bengali literature and music as well as Indian art in the late 19th and early 20th centuries. അപ്പോൾ രബീന്ദ്രനാഥ് ടാഗോറിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 1861 മുതൽ 1941 വരെയാണ് അദ്ദേഹത്തിൻ്റെ ലിവിങ് പീരീഡ്. അദ്ദേഹം ഒരു ബംഗാളി റൈറ്ററാണ്. അദ്ദേഹം ബംഗാളി ലിറ്ററേച്ചറിലേക്ക് ഒരുപാട് സംഭാവന നൽകിയിട്ടുണ്ട്. ബംഗാളി ലിറ്ററേച്ചറിനെയും മ്യൂസിക്കിനെയും ഈവൻ 19th ആൻഡ് 20th സെഞ്ച്വറിയിലെ ഇന്ത്യൻ ആർട്ടിനെ എല്ലാം റീഷേപ്പ് ചെയ്തെടുത്ത ഒരു വ്യക്തിയാണ് ആര്? രബീന്ദ്രനാഥ് ടാഗോർ. ഓതർ ഓഫ് ഗീതാഞ്ജലി, അദ്ദേഹം ഗീതാഞ്ജലിയുടെ ഓതർ കൂടിയാണ്. ഗീതാഞ്ജലി എഴുതിയിട്ടുള്ള വ്യക്തിയാണ് രബീന്ദ്രനാഥ് ടാഗോർ. എന്താണ് ഗീതാഞ്ജലി എന്ന് അറിയാം. ദാറ്റ്സ് എ സെറ്റ് ഓഫ് പോംസ്. ഓക്കെ, 103 പോംസ് ഉള്ള ഒരു എന്താ പറയുക, കവിതാ സമാഹാരമാണ് ഗീതാഞ്ജലി. ദാറ്റ് ഈസ് എ പ്രൊഫൗണ്ട്ലി സെൻസിറ്റീവ്, ഫ്രഷ് ആൻഡ് ബ്യൂട്ടിഫുൾ വേഴ്സ്. സോ ഹി ബിക്കെയിം ദ ഫസ്റ്റ് നോൺ യൂറോപ്യൻ ടു വിൻ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ 1913. അദ്ദേഹത്തിന് ഈ നോബൽ പ്രൈസ് 1913 കിട്ടുന്നു. അത് കിട്ടാനുള്ള കാരണം ഈ ഗീതാഞ്ജലി എന്ന വർക്ക് തന്നെയാണ്. ഗീതാഞ്ജലി പബ്ലിഷ് ചെയ്യുന്നത് 1912. 1913 ഈ നോബൽ പ്രൈസ് കിട്ടുന്നത്. എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു നോൺ യൂറോപ്യൻ, അതായത് ഫസ്റ്റ് ഏഷ്യക്കാരനാണ്. നോബൽ പ്രൈസ് ലഭിക്കുന്ന ഫസ്റ്റ് ഏഷ്യക്കാരനാണ് ലിറ്ററേച്ചറിൽ. ദെൻ ഇൻ ട്രാൻസ്ലേഷൻ ഹിസ് പോയട്രി വാസ് വ്യൂഡ് ആസ് എ സ്പിരിച്വൽ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ. ദെൻ അദ്ദേഹത്തിൻ്റെ കവിത എന്ന് പറയുന്നത് വളരെ ഹൈലി സ്പിരിച്വൽ ആൻഡ് ഇൻഫ്ലുവൻഷ്യലാണ്. മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്. നമുക്ക് കവിതയിലേക്ക് പോവാം. താജ്മഹൽ ഈസ് കൺസിഡേർഡ് ആസ് എ വൺ ഓഫ് ദ 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്. എല്ലാവർക്കും അറിയാം, ലോക മഹാത്ഭുതങ്ങളിലെ 7ാമത്തെ അത്ഭുതമായിട്ടാണ് താജ്മഹലിനെ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ വർക്ക് ഓഫ് ആർട്ട് ദാറ്റ് എക്സെൽസ് ടൈം ആൻഡ് ഹിസ്റ്ററി. ചരിത്രത്തിനും കാലത്തിനും അതീതമായിട്ടുള്ള ഒരു വർക്ക് ഓഫ് ആർട്ട് തന്നെയാണ് താജ്മഹൽ. ദ ഫോളോവിങ് ലൈൻസ് ആർ ഫ്രം ടാഗോർസ് പോം ഷാജഹാൻ. ഷാജഹാൻ എന്ന കവിതയിൽ നിന്ന്, ടാഗോറിൻ്റെ ഷാജഹാൻ എന്ന കവിതയിൽ നിന്നാണ് താഴെ എടുത്തിരിക്കുന്ന ഈ ലൈൻസുകൾ. ഇൻ ദിസ് പോം ടാഗോർ സ്പീക്സ് ഓഫ് ദ ഇമ്മോർട്ടൽ ക്രിയേഷൻ. അപ്പോൾ ഈ കവിതയിൽ ടാഗോർ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അനശ്വരമായിട്ടുള്ള ഒരു സൃഷ്ടിയെക്കുറിച്ചിട്ടാണ്. എന്താണ് അനശ്വരമായിട്ടുള്ള സൃഷ്ടി? എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന താജ്മഹലിനെ കുറിച്ച്. ആൻഡ് ദ ടൈംലെസ് അപ്പീൽ ഓഫ് ദാറ്റ് ഗ്രേറ്റ് മോണുമെൻറ്റ്. ഓക്കെ, അത് എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ആ ഒരു മോണുമെൻറ്റ്, സ്മാരകത്തെ കുറിച്ചിട്ടാണ്, താജ്മഹലിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഈ കവിതയിലൂടെ പറയുന്നത്. Then line by line explanation. You knew Emperor of India Shah that life, youth, wealth, renown all float away down stream of time. സോ ഈ കവിതയിലെ ഫസ്റ്റ് ലൈനിൽ എന്താ പറയുന്നത്? യു ന്യൂ, അദ്ദേഹം കവി നേരിട്ട് ആരെ അഡ്രസ്സ് ചെയ്യുന്നതാണ്? ഷാജഹാനെ. യു ന്യൂ, നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ എംപററായിരുന്നു ആര്? ഷാജഹാൻ. ദാറ്റ് ലൈഫ്, യൂത്ത്, വെൽത്ത്, റിനൗൺ ഓൾ ഫ്ലോട്ട് അവേ ഡൗൺ ദ സ്ട്രീം ഓഫ് ടൈം. എല്ലാം അദ്ദേഹത്തിൻ്റെ ലൈഫാണെങ്കിലും യുവത്വമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വെൽത്ത് ആണെന്നുണ്ടെങ്കിലും സമ്പത്താണെന്നുണ്ടെങ്കിലും റിനൗൺ മീൻസ് പ്രശസ്തിയാണെന്നുണ്ടെങ്കിലും എല്ലാം കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒലിച്ചു പോവും. ഓക്കെ, യുവർ ഓൺലി ഡ്രീം വാസ് ടു പ്രിസർവ് ഫോർ എവർ യുവർ ഹാർട്ട്സ് പെയിൻ. പക്ഷേ ഒന്ന് മാത്രം, ഒരു സ്വപ്നം മാത്രം, അതുമാത്രം എക്കാലത്തും നിലനിന്നു. അതെന്താണ്? യുവർ ഹാർട്ട്സ് പെയിൻ. അദ്ദേഹത്തിൻ്റെ ആ ഹൃദയത്തിൻ്റെ വേദന മാത്രം എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒന്നായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ്, അതുപോലെ തന്നെ യുവത്വം, അതുപോലെ തന്നെ സമ്പത്ത്, അദ്ദേഹത്തിൻ്റെ പ്രശസ്തി എല്ലാം കാലം മായ്ച്ചു കളയും. ഓക്കെ, ആൻഡ് ഓൾ ഫ്ലോട്ട് അവേ, ഒഴുകിപ്പോകുന്നതാണ്. ഓക്കെ, ഓൾ ഫ്ലോട്ട് അവേ ഡൗൺ ദ സ്ട്രീം ഓഫ് ടൈം. കാലത്തിൻ്റെ
ഒഴുക്കിൽ എല്ലാം ഒലിച്ചു പോകും. ദെൻ യുവർ ഓൺലി ഡ്രീം, പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വപ്നം മാത്രം വാസ് ടു പ്രിസർവ് ഫോർ എവർ, എക്കാലത്തും സംരക്ഷിക്കപ്പെടും. വാട്ട് ഈസ് ദാറ്റ് ഡ്രീം? ഹിസ് ഹാർട്ട്സ് പെയിൻ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു വേദന. എന്താണത്? ദ ഹാർഷ് തണ്ടർ ഓഫ് ഇംപീരിയൽ പവർ വുഡ് ഫെയ്ഡ് ഇൻ ടു സ്ലീപ്പ് ലൈക്ക് എ സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ. വീണ്ടും പറയാണ്, ദ ഹാർഷ് തണ്ടർ ഓഫ് ഇംപീരിയൽ പവർ, ഈ രാജാധികാരം എല്ലാം എന്തു ചെയ്യും? അതെല്ലാം ഫെയ്ഡായി, അതായത് തകർന്നു പോവും, ഫെയ്ഡായിട്ട് ഇല്ലാതെയാവും. ഫെയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാവും. വുഡ് ഫെയ്ഡ് ഇൻ ടു സ്ലീപ്പ്, ഉറക്കത്തിലേക്ക് എന്ന പോലെ ഇല്ലാതെയാവും. ദാറ്റ് മീൻസ് അതെല്ലാം ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവും. ഈ ഇംപീരിയൽ പവറെല്ലാം, ഈ രാജഭരണമെല്ലാം ലൈക്ക് എ സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ, ഏതുപോലെ ഒരു സൂര്യ അസ്തമയത്ത് കാണുന്ന, സൺസെറ്റ് സമയത്ത് കാണുന്ന ആകാശത്തുള്ള ചുവന്ന നിറം കുറച്ച് കഴിഞ്ഞാൽ മായുന്നത് പോലെ ഈ രാജഭരണവും ഇവിടെ നിന്ന് ഇല്ലാതെയാവും. ദാറ്റ് അറ്റ് ലീസ്റ്റ് എ സിംഗിൾ ഇറ്റേണലി ഹീവ്ഡ് സൈ വുഡ് സ്റ്റേ ടു ഗ്രീവ് ദ സ്കൈ, പക്ഷേ അപ്പോഴും ഒരു കാര്യം നിലനിൽക്കും എന്നെന്നും. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റേണലി ഹീവ്ഡ് സൈ, ഒരു നെടുവീർപ്പ്, ദുഃഖത്തിൽ നിന്ന് വരുന്ന ആ ഒരു നെടുവീർപ്പ്. ദാറ്റ് വുഡ് സ്റ്റേ ടു ഗ്രീവ് ദ സ്കൈ, ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന ഒരു എന്താ പറയുക, നെടുവീർപ്പ്, സങ്കടത്തിൻ്റെ നെടുവീർപ്പ് എക്കാലത്തും ഇവിടെ ഉണ്ടാകും. അതെന്താണ്? മുംതാസ് എന്ന അദ്ദേഹത്തിൻ്റെ പത്നിയോടുള്ള അടങ്ങാത്ത പ്രണയത്തിൻ്റെ ഒരിക്കലും നശിക്കാത്ത പ്രണയത്തിൻ്റെ ഒരു ഓർമ്മയായിട്ട് എന്നും അത് നിലനിൽക്കും. ഏത്? താജ്മഹലിനെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്. Though emeralds, rubies, pearls are all but as the glitter of a rainbow trickling out empty air and must pass away. അപ്പോൾ എമറാൾഡ്, റൂബീസ്, എമറാൾഡ് എന്ന് പറഞ്ഞാൽ മരതകം, അതുപോലെ തന്നെ റൂബീസ് എന്ന് പറഞ്ഞാൽ മാണിക്യം, പേൾസ് മുത്തുകളൊക്കെ അറിയാം. സോ അതെല്ലാം, അതിൻ്റെ തിളക്കങ്ങളെല്ലാം ഏതുപോലെയാണ്? ജസ്റ്റ് ആസ് ദ ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ ട്രിക്കിംഗ് ഔട്ട് എംപ്റ്റി എയർ. ഓക്കെ, ആകാശത്ത് നമ്മൾ കാണുന്ന കുറച്ച് സമയത്തേക്ക് മാത്രം കാണുന്ന റെയിൻബോ, ഓക്കെ, അത് തിളങ്ങി കുറച്ച് കഴിഞ്ഞാൽ അത് അപ്രത്യക്ഷമാവും. അതുപോലെയാണ് ഏതും എമറാൾഡ്, റൂബീസ്, പേൾസ്, ഇതെല്ലാം, ഇതിൻ്റെ തിളക്കെല്ലാം കുറച്ച് കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് മസ്റ്റ് പാസ് അവേ, അതെല്ലാം എന്ത് ചെയ്യും? ഫെയ്ഡ് ചെയ്യും. സോ യെറ്റ് സ്റ്റിൽ വൺ സോളിറ്ററി ടിയർ വുഡ് ഹാങ് ഓൺ ദ ചീക്ക് ഓഫ് എ ടൈം, പക്ഷേ ഇതെല്ലാം മാഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു സോളിറ്ററി ടിയർ, ഏകാന്ത കണ്ണീര് കാലത്തിൻ്റെ കവിളിൽ അങ്ങനെ ഉണ്ടാവും എന്ന് പറയണം. അത് ഏത് രൂപത്തിൽ? ഇൻ ദ ഫോം ഓഫ് ദിസ് വൈറ്റ് ഗ്ലീമിങ് താജ്മഹൽ, ഈ തിളങ്ങുന്ന, ഈ വെട്ടിത്തിളങ്ങുന്ന വെണ്മയാർന്ന ഈ താജ്മഹലിൻ്റെ രൂപത്തിൽ എന്നും കാലത്തിൻ്റെ കവിളിലെ ഒരു കണ്ണീരായിട്ട്, ഒരു ഏകാന്ത കണ്ണീരായിട്ട് ഈ താജ്മഹൽ എന്നെന്നും നിലനിൽക്കും. പക്ഷേ എമറാൾഡ്, റൂബീസ്, പേൾസ്, ഇതിൻ്റെയൊക്കെ തിളക്കം ഒരു റെയിൻബോയുടെ തിളക്കം പോലെ ഉള്ളൂ എന്ന് പറയാണ്. പക്ഷേ എക്കാലത്തും നിലനിൽക്കുന്നത് എന്താണ്? താജ്മഹൽ തന്നെയായിരിക്കും കാലത്തിനതീതമായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്.